നമ്മുടെ ജീവിതത്തിലൊക്കെ സന്തോഷവും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ആരുടെ ജീവിതത്തിലെ സന്തോഷവും ദുഃഖം ഇല്ലാത്തത്? അപ്പൊ നമ്മ എന്താ ചെയ്യേണ്ടതറിയോ? നമുക്ക് ദൈവം കുറെ സന്തോഷം തരും, അത് കഴിയുമ്പോൾ നമുക്ക് ദൈവം ദുഃഖവും തരും. അത് രണ്ടും മാറി മറിഞ്ഞ് മുന്നോട്ട് പോകണം ജീവിതത്തില്. എങ്കിൽ മാത്രമേ ഒരു ജീവിതം മുന്നോട്ട് പോവുള്ളൂ. നമുക്ക് സന്തോഷം മാത്രം എന്നും ഉണ്ടാവില്ലേ? മനസ്സിലായില്ലേ? നമ്മ കുറെ സന്തോഷിച്ച് കഴിയുമ്പോൾ ഒന്ന് ചിന്തിക്കാം, നമ്മളെക്കാട്ടി താഴ്ന്ന തലത്തിൽ ജീവിക്കുന്ന എന്തോരം ആൾക്കാരുണ്ടെന്നറിയോ? ഈ തെരുവിലും ഒക്കെ ഈ മക്കളെ കൊണ്ട് വീടില്ലാണ്ട് തെരുവിൽ ഉറങ്ങണ കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഓരോ യാത്രകൾ പോകുമ്പോഴും ഞങ്ങൾ കാണാറുണ്ട്. ആ കുഞ്ഞു മക്കളെ കാണുമ്പോൾ എനിക്ക് എന്റെ മക്കളുടെ കാര്യം ഓർമ്മ വരുന്നത്. കാരണം ഇന്ന് വരെ എന്റെ മക്കൾക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കും, കുഞ്ഞു മക്കളുടെ ഒക്കെ ഒരു അവസ്ഥ, അവരുടെ ജീവിതം എന്തായിരിക്കും അല്ലെ? അപ്പൊ എനിക്ക് അതൊക്കെ കാണുമ്പോ എനിക്ക് ആകെ കണ്ണ് നിറയും. എനിക്ക് അങ്ങനത്തെ ഒക്കെ കാഴ്ച കാണുമ്പോ അപ്പൊ ഞാൻ തന്നെ എന്നോട് പറയും, കിടക്കുന്നത് കണ്ട കുഞ്ഞു കൊച്ചങ്ങളെ കൊണ്ട് റോഡ് സൈഡിലൊക്കെ കിടക്കുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ആകെ വിഷമം. ഇപ്പൊ ഞാൻ ആലോചിക്കാം, അവർക്ക് ഒരു കുഞ്ഞ വീടിനൊരു വീടുണ്ടെങ്കിൽ എത്ര നല്ല കാര്യമായിരിക്കും ആ കുഞ്ഞു മക്കൾക്ക് കിടന്നുറങ്ങാനായാലും. അതാ പറഞ്ഞ, ഏതൊരു ജീവിതത്തിലും സന്തോഷവും ദുഃഖമൊക്കെ ഉണ്ടാവും. നമ്മ ഒരിക്കലും സന്തോഷം കിട്ടുമ്പോ നമ്മ അത് മറന്നു പോവരുത്. ഒരിക്കലും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന സഹായങ്ങള് പാവപ്പെട്ടവർക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരിക്കലും നമ്മ സഹായിക്കാണ്ടിരിക്കരുത്. അതുകൊണ്ട് ഒരിക്കലും നമ്മ വന്ന വഴി മറക്കരുത്. അത് ജീവിതത്തിൽ നമ്മ ചിന്തിക്കേണ്ട ഒരു കാര്യാട്ടാ. അത് പലരും ഇപ്പൊ ചിന്തിക്കുന്നില്ല, ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്.